നിങ്ങൾ മിക്ക സ്റ്റിയറിംഗിലുള്ള ഒരു ബൾജ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനായിരിക്കും അത്? പണ്ടൊക്കെ ആശാമാര് 10-10 എന്ന് പറഞ്ഞ രീതിയിൽ വേണം സ്റ്റിയറിംഗിൽ കൈ പിടിക്കാന്ന് പറയാറുണ്ട്. എന്തിനായിരിക്കും അത്? പിന്നെ നമ്മുടെ സൂപ്പർ താരങ്ങളായ നമ്മുടെ മമ്മൂക്കയും ലാലേട്ടനും പിന്നെ റേസിംഗിൽ ക്രേസുള്ള സൂപ്പർ സ്റ്റാറായ തല അജിത്തും അവരൊക്കെ വണ്ടി ഓടിക്കുമ്പോഴുള്ള അവരുടെ സ്റ്റിയറിംഗിലെ ഹാൻഡ് പൊസിഷൻ നമുക്ക് നോക്കിയാലോ? അപ്പൊ ഈ വീഡിയോ മുഴുവൻ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. വെൽക്കം ടു സിനിമാ പ്രാന്തുള്ള വണ്ടി പ്രാന്തൻ. രണ്ട് രീതിയിൽ സ്റ്റിയറിംഗ് പിടിക്കുമ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ മേലെ നമുക്ക് ഏറ്റവും കൂടുതൽ കൺട്രോൾ ഉണ്ടെന്ന് പറയപ്പെടുന്നത്. ആദ്യത്തെ രീതി നമ്മൾ പണ്ട് മുതലേ ശീലിച്ച് വന്നിട്ടുള്ള 10-10 എന്നുള്ള പൊസിഷനാണ്. അതിന് 10-2 എന്നും പറയും. അതായത് നമ്മുടെ ഇടത് കൈ ക്ലോക്കിന്റെ 10-ലും വലത് കൈ ക്ലോക്കിന്റെ 2-ലും. ഈ രീതി ഇപ്പൊ ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. അതെന്താന്ന് ഞാൻ വഴിയെ പറയാം. രണ്ടാമത്തെ രീതി 9-3 ആണ്. അതായത് ഇടത് കൈ 9-ലും വലത് കൈ 3-ലും. ഇനി ഇതിന്റെ ഗുണങ്ങൾ പറയാം. 1, ഈ രണ്ട് പൊസിഷനിൽ വെക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലിവറേജ് കിട്ടുന്നത്. അതായത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല രണ്ട് സ്റ്റിയറിംഗ് ഹാൻഡ് പൊസിഷൻ ഈ 10-2-ഉം 9-3-ഉം ആണ്. 2, വണ്ടിയുടെ കൺട്രോളിനോടൊപ്പം നമ്മുടെ കൈക്കും തോളിനും റിസ്റ്റിനും ഏറ്റവും സ്ട്രെയിൻ കുറഞ്ഞ രണ്ട് പൊസിഷൻ ഇത് രണ്ടുമാണ്. 3, ഈ 10-2 പൊസിഷനിലുള്ള ഈ ബൾജില്ലേ, അത് നിങ്ങളുടെ കൈ നിങ്ങളുടെ സ്റ്റിയറിംഗിൽ വെക്കാനുള്ള കംഫർട്ട് കൂട്ടും. കൂടാതെ സ്റ്റിയറിംഗ് ഫീഡ്ബാക്കും നന്നായി കിട്ടും. ഇനി 4, നാലാമത്തെ ഗുണം പറയുമ്പോൾ മിക്കവാറും 10-2 പൊസിഷൻ ഔട്ട്ഡേറ്റഡ് ആയെന്ന് പറയേണ്ടി വരും. കാര്യം ഇപ്പൊ മിക്ക വണ്ടികളിലും എയർ ബാഗ് ഉണ്ട്. ഒരു എയർ ബാഗ് സ്റ്റിയറിംഗിന്റെ സെന്ററിലാണ്. അപ്പോൾ പെട്ടെന്ന് എയർ ബാഗ് ഡിപ്ലോയ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് 9-3 ആണ്. കാരണം ഈ 9-3 എന്ന ഹാൻഡ് പൊസിഷൻ ഒഴിച്ച് ബാക്കി ഏത് പൊസിഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ കൈയുടെ കുറച്ച് ഭാഗം സ്റ്റിയറിംഗിന്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ എയർ ബാഗ് ഡിപ്ലോയ് ആയി കഴിയുമ്പോൾ നമ്മുടെ കൈക്ക് ഇഞ്ചുറി പറ്റാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് 10-2 എന്ന പൊസിഷൻ അല്ലെങ്കിൽ 10-10 എന്നൊരു പൊസിഷൻ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി എന്ന് പറയുന്നത്. അപ്പോൾ 9-3 എന്ന ഹാൻഡ് പൊസിഷൻ ആണ് മോഡേൺ കാറുകളിൽ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റിയറിംഗ് ഹാൻഡ് പൊസിഷൻ. പിന്നെ 8-4 എന്നൊരു പൊസിഷൻ ഉണ്ട്. ഇത് റിലാക്സ്ഡ് ഡ്രൈവിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നിങ്ങൾ ഓടിക്കുന്നത് എയർ ബാഗ് ഉള്ളൊരു വണ്ടിയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ കൈ ക്രോസ് പിടിച്ചോ അല്ലെങ്കിൽ 12-ൽ വെച്ചോ വണ്ടി ഓടിക്കാതിരിക്കുക. കാര്യം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ 10-2 എന്ന പൊസിഷൻ ഔട്ട്ഡേറ്റഡ് ആയിട്ടും ഇപ്പോഴും കാറുകളിൽ എന്തിനാണ് ഈ രണ്ട് ബൾജ് കൊടുത്തിരിക്കുന്നത്? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, പലരും ഈ 10-10 പൊസിഷനിൽ അല്ലെങ്കിൽ 10-2 പൊസിഷനിൽ വെച്ചിട്ടാണ് വണ്ടി ഓടിച്ച് ശീലിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ ബൾജുള്ള സ്റ്റിയറിംഗിന് ഒരു ലുക്കില്ലേ? 9-3-ൽ മാത്രം ബൾജ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര വൃത്തികേടാവാനും ചാൻസ് ഉണ്ട്. കൂടാതെ ചില കാറുകളിൽ 8-4 എന്ന് പറഞ്ഞ പൊസിഷനിലും ചെറിയ ബൾജ് കൊടുത്തിട്ടുണ്ട് റിലാക്സ്ഡ് ഡ്രൈവിങ്ങിന്. ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ആയിരിക്കും, നമ്മൾ ശീലിച്ച പോലെ ആയിരിക്കും നമ്മളുടെ സ്റ്റിയറിംഗ് ഹാൻഡ് പൊസിഷൻ. പിന്നെ നന്നായി വണ്ടി ഓടിക്കുന്നവർക്ക് ഏത് സിറ്റുവേഷനിലും ആ വണ്ടിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ചില സൂപ്പർ സ്റ്റാർസിന്റെ സ്റ്റിയറിംഗ് ഹാൻഡ് പൊസിഷൻ നമുക്ക് നോക്കിയാലോ. ആദ്യം നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ. ബ്രോഡാഡി എന്ന സിനിമയിലെ ലാലേട്ടന്റെ സ്റ്റിയറിംഗ് ഹാൻഡ് പൊസിഷൻ നോക്കി ഏകദേശം 9-3-ന് തൊട്ട് മുകളിലുള്ള ഒരു പൊസിഷനിലാണ് അദ്ദേഹം കൈവച്ചിരിക്കുന്നത്. പക്ഷെ തുടരും മൂവിയിൽ ലാലേട്ടൻ കാർ ഓടിക്കുന്ന സീനിൽ ഏകദേശം 10-10-ലാണ് സ്റ്റിയറിംഗിൽ കൈവച്ചിരിക്കുന്നത്. റിയൽ ലൈഫിൽ അദ്ദേഹം ഓടിക്കുന്ന വീഡിയോസ് ഒന്നും എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത്. ഇനി നമ്മുടെ തല അജിത് കുമാറിന്റെ സ്റ്റിയറിംഗ് ഹാൻഡ് പൊസിഷൻ ഒന്ന് നോക്കിയാലോ. എനിക്ക് അദ്ദേഹം ഓടിക്കുന്ന കണ്ടിട്ട് ഏകദേശം 9-3-ന്റെയും 10-2-ന്റെയും ഇടയ്ക്കുള്ള ഒരു പൊസിഷനായിട്ടാണ് തോന്നുന്നത്. അദ്ദേഹം ഒരു റേസിംഗ് കാർ ഡ്രൈവറും കൂടിയാണല്ലോ. അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടാവാം അദ്ദേഹത്തിന്റെ സ്റ്റിയറിംഗ് ഹാൻഡ് പൊസിഷൻ അങ്ങനെ. അടുത്തത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക. മമ്മൂക്കയെ പോലെ കാർ ക്രേസ് ഉള്ള മറ്റൊരാള് മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് വളരെ ഫേമസ് ആണ്. ഭയങ്കര സ്പീഡാണ്, ഭയങ്കര കൺട്രോൾഡ് ഡ്രൈവിംഗ് ആണ് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. മമ്മൂക്കയുടെ സ്റ്റിയറിംഗ് ഹാൻഡ് പൊസിഷന്റെ കേസ് പറയുമ്പോൾ അത് പഴയ സിനിമയാവട്ടെ പുതിയ സിനിമയാവട്ടെ റിയൽ ലൈഫിലാവട്ടെ എനിക്ക് ഭയങ്കര രസകരമായി തോന്നിയൊരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക സിനിമകളിലും അദ്ദേഹത്തിന്റെ സ്റ്റിയറിംഗ് ഹാൻഡ് പൊസിഷൻ സിമിലർ ആണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും നമ്മൾ ശീലിച്ച ഒരു സ്റ്റിയറിംഗ് ഹാൻഡ് പൊസിഷൻ ഉണ്ടാവും. അതിൽ അങ്ങനെ വെച്ചായിരിക്കും നമ്മൾ വണ്ടി ഓടിക്കുക. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് മമ്മൂക്ക. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഇത് ശ്രീധരന്റെ 1-ാം തിരുമുറിവ് എന്ന സിനിമയാണ്. അതിൽ മമ്മൂക്ക സ്റ്റിയറിംഗിൽ കൈവച്ചേക്കെന്ന് നോക്കൂ. ഈ സെയിം ഹാൻഡ് പൊസിഷൻ അല്ലേ ഡാഡി കൂൾ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു റേസിംഗ് സീനിൽ നിങ്ങൾ കാണുന്നത്. ഇനി റിയൽ ലൈഫിൽ മമ്മൂക്ക ഓടിക്കുന്ന രണ്ട് കാറുകൾ നോക്കി. അത് കണ്ടിട്ട് എനിക്കൊരു 10-1.5 എന്ന പൊസിഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരുപക്ഷെ മമ്മൂക്കയ്ക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനും വണ്ടിയുടെ മേൽ ഏറ്റവും കൂടുതൽ കൺട്രോൾ ഉള്ള പൊസിഷനും അതാവാം. അപ്പോൾ ഇതേപോലെയുള്ള സിനിമ റെഫറൻസുകളുള്ള വണ്ടിക്കഥകൾ കേൾക്കണമെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയേരെ. കൂടാതെ നിങ്ങളുടെ വണ്ടിപ്രാന്തന്മാരായ ഫ്രണ്ട്സിനും സിനിമാ പ്രാന്തന്മാരായ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.
ലാ